KCL മൂന്നാം സീസൺ ആരംഭിക്കുകയാണ്. നമ്മുടെ കാത്തിരിപ്പ് ഇങ്ങനെ അത് മാസങ്ങളായിരുന്നു, അത് ആഴ്ചകളായി, ദിവസങ്ങളായി, മണിക്കൂറുകളായി, നിമിഷങ്ങളായി ചുരുങ്ങുകയാണ്. നമ്മൾ ആലപ്പുഴ ടീമിനൊപ്പമാണ് ആലപ്പി റിപ്പിൾസ്. ഇത്തവണ വലിയ പ്രത്യേകതകളോട് കൂടിയാണ് ടീം എത്തുന്നത്. അതിലേറ്റവും വലിയ പ്രത്യേകത ഇതേ നമ്മുടെ സച്ചിൻ ബേബി തന്നെയാണ് നായകനായി. ഇന്നിപ്പോൾ ഈ നിരയിൽ രണ്ടുപേരെ നമ്മൾ ഇന്ന് മിസ്സാണ്, മുഹമ്മദ് അസറുദ്ദീനും ജലസ് സക്സേനയും. റെസ്റ്റ് കൊടുത്താണോ ക്യാപ്റ്റൻ? അവർക്ക് കുറച്ച് പ്രിപ്പറേഷന് കുറച്ച് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞു റെസ്റ്റ് കൊടുത്തു. ക്യാപ്റ്റൻ, എങ്ങനെയാണ് നമ്മുടെ ടീം അംഗങ്ങളെ ഒന്ന് ക്യാപ്റ്റൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരൂ. നമ്മുടെ ടീം പൊളിയാണ്. താങ്ക് യു മഹേഷ്. ഞങ്ങളിപ്പോൾ മീഡിയ വൺ ഇപ്പോൾ മംഗലപുരം സ്റ്റേഡിയത്തിനുള്ളത്. നമ്മളിവിടെ നമ്മുടെ ആലപ്പി റിപ്പിൾസ് ടീമിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് നമ്മുടെ ക്യൂട്ട് കോച്ച് നിഖിലേഷ് സുരേന്ദ്രൻ. നമ്മളൊരു കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ളതാണ്. നിഖിലേഷ്, എന്ത് തോന്നുന്നു ഒരു പുതിയ ടീമിൽ വരുമ്പോൾ? പുതിയ ടീമാണ്, ബട്ട് ക്യാപ്റ്റൻ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടും സെയിം ആണ് പ്രതീക്ഷിച്ചത്. കോച്ച് നിഖിലേഷിനെ കുറിച്ച് ഒറ്റ വാക്ക്. നമ്മളെ സഞ്ജു സാംസന്റെ കളി ഞങ്ങളൊക്കെ കാണുകയും പത്രത്തിൽ വായിച്ചിറങ്ങുകയും ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള പേരാണ് ശ്രീ നിഖിലേഷിന്റെ പേര്. അന്ന് കയ്യടി തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൈ. കോച്ച്, എന്താണ് ക്യാപ്റ്റൻ 2 ഫൈനൽ കളിച്ച ആളാണ്. പിന്നെ നമ്മൾ അടുത്ത് നിന്ന് കണ്ട ആൾക്കാരാണ്, അപ്പൊ പിന്നെ നമുക്കറിയാം എങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞിട്ട്. എന്താണ് പ്രതീക്ഷ? തവണ ടീം എങ്ങനെ ഉണ്ട്? അല്ല, നല്ല പ്രിപ്പറേഷൻ ഒക്കെ നന്നായി പോയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വിൽ ഹാവ് എ ഗുഡ് ടൂർണമെന്റ്. അടുത്ത നമ്മുടെ ഫർസീനും നമ്മുടെ ഒരു സീനിയർ ക്രിക്കറ്ററാണ്. ഇവൻ നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചിട്ടുള്ള ആളാണ്. മുൻരഞ്ജിത്ത് താരമാണ്. നമ്മൾ ഫാസ്റ്റ് ബോളറാണ്. നമ്മുടെ ഇപ്പോൾ ടീമിന്റെ അസിസ്റ്റന്റ് ബോളിംഗ് കോച്ചാണ്. ടീമിന്റെ കൂടെ ലാസ്റ്റ് 3 years ആയിട്ടുണ്ട്. ഈ വർഷമാണ് എനിക്ക് ടീം കുറച്ചും കൂടി ഒരു ബെറ്റർ പ്രിപ്പറേഷൻ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ടീം. നമ്മൾ പുലികളാണ്. നമ്മൾ പുലിയല്ല, പുപ്പുലിയാണ്. കയ്യടി വേണം കേട്ടോ. നമ്മൾ ഓരോ സോ മോനിഷും രഞ്ജി ട്രോഫി ക്രിക്കറ്ററാണ്. നൗ ഹീസ് ഒരു കോച്ചിങ് ജോബിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം മോനിഷാണ് നമ്മുടെ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച്. ഐ ഫീൽ നമ്മളുടെ ടീം നല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ദ ടൂർണമെന്റ്. എക്സൈറ്റഡ്. കഴിഞ്ഞ തവണ കൊല്ലത്തിനൊപ്പമായിരുന്നു. യെസ്. സച്ചിനൊപ്പം കൊല്ലത്തുനിന്ന് വണ്ടി കയറി ആലപ്പുഴയിൽ വന്നു അല്ലേ? എന്താണ് പ്രതീക്ഷ? 100% നമ്മൾ നന്നായി ചെയ്യും. ദ പ്രിപ്പറേഷൻ ഹാസ് ബീൻ ഗുഡ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു പോസിറ്റീവ് റിസൾട്ട്സ്. ഇത് നമ്മുടെ ടീമിനെല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന അസ്കർ ഭായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത വെൽ എക്സ്പീരിയൻസ്ഡ് ഒരു ഫിസിയോ ആണ്. സോ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഹിം ഇൻ അവർ. ഞങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. പ്രൈം വോളിയിൽ കണ്ടിട്ടുണ്ട്, ഫുട്ബോളിൽ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ക്രിക്കറ്റിലും കാണുന്നു അദ്ദേഹത്തെ. ഇതെങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരെ? നന്നാണ്, നല്ല പ്രിപ്പറേഷൻ ആണ്. ദൈവം സഹായിച്ച് നമുക്ക് ഇഞ്ചുറീസ് ഒന്നും ഇല്ല. അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ പോകട്ടെ. ഗംഭീരമാണ്. ഇത് വിരാട് കോഹ്ലിയുടെ റൈറ്റ് ഹാൻഡ് ഗബ്രിയൽ ബെൻ. സോ ഗബ്രിയൽ ബെനെ നമ്മൾ റാഞ്ചിയതാണ് വേറെ പല ടീമുകളിൽ നിന്നും വെച്ചിരുന്നതാണ്. നമ്മൾ ലാസ്റ്റ് ഗബ്രിയലിന്റെ ഒരു ലക്ക് നമുക്കിവിടെ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാണ്. എന്ത് തോന്നുന്നു ഒരു പുതിയ ടീമിൽ വരുമ്പോൾ? അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു നല്ലൊരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ പോകുന്നുണ്ട്. ലൈക്ക് നമ്മളൊരു ഹയർ ലെവൽ ക്രിക്കറ്റ് എങ്ങനെയാണോ ഇൻറ്റൻസിറ്റിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അതേ രീതി തന്നെ ടീം എല്ലാവരും നല്ല ജെല്ലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഗബ്രി ഒരുപാട് IPL ക്യാമ്പുകളൊക്കെ പങ്കെടുത്ത ആൾ കൂടിയാണല്ലോ. അവിടെ നിന്ന് KCLലേക്ക് എത്തുമ്പോൾ നമ്മുടെ താരങ്ങളുടെ ഒരു റേഞ്ച്, ആ താരങ്ങളെ തട്ടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ്. അതെ. നമ്മൾ ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴത്തേക്കും ആ ഒരു ഹയർ ലെവൽ എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും പ്രിപ്പറേഷൻസ് നടക്കുന്നത്. അവിടെ നമ്മൾ എങ്ങനെയാണോ പ്രിപ്പറേഷൻസും കാര്യങ്ങളും അതുപോലെ മാച്ച് എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അത് സെയിം ഇൻറ്റൻസിറ്റി തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. IPL മത്സരങ്ങൾക്ക് ടീമുകൾക്കൊപ്പം ഗബ്രി പോകുമ്പോൾ നമ്മുടെ പിള്ളേരും അവിടെ ഉണ്ടാകട്ടെ, അവർക്ക് പന്തെറിയാൻ പറ്റട്ടെ. ഇത് നമ്മുടെ ചേട്ടൻ, നമ്മുടെ മാസ്റ്റർ ചേട്ടൻ, നമ്മുടെ ഇതും ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്ത് തോന്നുന്നു ഫുട്ബോളിൽ നിന്നും ക്രിക്കറ്റിലോട്ടുള്ള ഒരു വരവിനെ കുറിച്ച്? എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്രിക്കറ്റിൻ്റെ കൂടെ കൂടുതൽ ഫുട്ബോളാണ് ചെയ്തേക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. ടീം സെറ്റാണ്. ഡേവിഡ് ജെയിംസിനും ഇയാൻ ഹ്യൂമിനും ഒക്കെ ഒപ്പം നിന്ന ആളാണ് അല്ലേ? ഗ്രേറ്റ്. അങ്ങനെയുണ്ട്, ഉഷാറല്ലേ? എല്ലാം സെറ്റാണ്. ഇത് നന്ദകുമാർ, നമ്മുടെ സൈഡ് ആം സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ടീം കോട്ടയംകാരനാണ്. എന്ത് തോന്നുന്നു? കോട്ടയം ആലപ്പുഴ ഒരു AC റോഡിന്റെ വ്യത്യാസം. എല്ലാവരും നല്ലോണം ചെയ്യുന്നുണ്ട്. കപ്പടിക്കുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഉഷാറാണ്. இது நம்ம தமிழ் பையன். இந்த டீமில் ரொம்ப
கொடுத்து வச்சுக்கணும். அந்த மாதிரி ஒரு ஆளை நம்ம டீம்ல எப்படி இருக்கு மச்சி? தமிழ்நாடு வந்து இங்க கேரளால இருக்கு. கேரளா வந்தது ரொம்ப ஹாப்பி. ஆக்சுவலி நல்ல ரெஸ்பான்ஸ், பாய்ஸ் எல்லாம் நல்ல ரெஸ்பான்ஸு, அதனால சொல்றது எல்லாமே கேட்குறாங்க. தட்ஸ் வெரி குட். அப்புறம் பசங்க எல்லாம் பயங்கரமாக பண்ணுறாங்க. இந்த வருஷம் சஞ்சு நான் சொல்கிற மாதிரி தான், தட்டுறோம் தூக்குறோம். பார்க்கலாம், தட்டுறோம் தூக்குறோம். അതാണ്. ഇത് അബി നമ്മുടെ മാനേജറാണ്, UAE ആണ്. അപ്പൊ നമ്മള് ഹബീബി കം ടു ആലപ്പി. എന്താണ് ഇത്തവണ ടീമിന് പ്രയാസമൊന്നുമില്ല, ടീം സെറ്റാണ്? എല്ലാം അടിപൊളി, എല്ലാം ഓക്കെ ആയിട്ട് പോണു. കോച്ചസ് എല്ലാവരും പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഈ വർഷം കപ്പ് കൊണ്ടുവരുന്നു വിശ്വസിക്കുന്നു. ഇവൻ അബിയും ക്രിക്കറ്ററാണ്, നമുക്ക് ഒരുമിച്ച് കളിച്ചതാണ്. ഹീസ് ഓൾസോ ക്രിക്കറ്റർ, ഹീസ് ഓൾസോ പ്ലേയിങ് ഇൻ ദുബായിൽ കളിക്കുന്നുണ്ട്. വൈകിട്ടില്ല, ഇനിയും കേസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതെ, ഓക്കെ. ഇത് അടുത്ത തമിഴ് പയ്യൻ നമ്മുടെ വീഡിയോ അനലിസ്റ്റ് ആണ്. ഹൗ യു ഫീൽ? Good. Third time, like Pachuga said, third time with Alappuzha Ripples. The preparations have all been very good. So looking forward. നമ്മുടെ പിള്ളേരെ വീക്ക്നെസ് ആണോ എതിർ ടീമിന്റെ ആളുകളുടെ വീക്ക്നെസ് ആണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഏതാ? നമ്മുടെ ടീമിന്റെ വീക്ക്നെസ് ആണോ അപ്പുറത്തെ ടീമിന്റെ വീക്ക്നെസ് ആണോ? മനസ്സിലാവാത്ത മലയാളത്തിലെ പറഞ്ഞാനിപ്പോ അങ്ങനല്ല, അത് വീഡിയോ അനലിസ്റ്റിലെയാ. Opposition. ആ, അതാണ്. അത് ഇങ്ങനെ നോക്കും. നമ്മുടെ അണ്ടർ 23 ക്യാപ്റ്റൻ അഭിജിത്ത് പ്രവീൺ. അഭി, എന്താണ് ഇത്തവണ എത്രമാത്രം കോൺഫിഡൻസിലാണ്? സച്ചിയോടുള്ള തന്നെ വലിയൊരു കോൺഫിഡൻസ് ആണ്. അപ്പം ആ സച്ചിയുടെ ലീഡർഷിപ്പിൽ വീണ്ടും നല്ല സംഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്, ഗ്രേറ്റ്. നമ്മുടെ അക്ഷയ് TK, പാലക്കാടിന്റെ സ്വന്തം. അക്ഷയ്, ഹൗ ഡു യു ഫീൽ? അടിപൊളി, എല്ലാം നന്നായി പോകണ്ട ചേട്ടാ. ഉഷാറാണ്. ഉഷാറാണ്. എങ്ങനെയുണ്ട് ബാക്കി നമ്മളെ കോച്ച് ടീം സപ്പോർട്ടാണ് അടിപൊളി. നമ്മുടെ ഏകദേശം എന്തും പറയാം. എന്തും പറയാം ആലപ്പുഴയിൽ. ഓക്കെ, ഗ്രേറ്റ്. ഇത്തവണ എന്താണ് ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, കപ്പ്. അതൊക്കെ അതിനപ്പുറത്തേക്ക് നമ്മൾ പെർഫോമൻസ് വൈസ് എൻജോയ് ചെയ്ത് കളിക്കാം, ഫുൾ ഡെഡിക്കേറ്റ് ആയി കളിക്കാം, ഫ്രീ ആയി കളിക്കാം, ആസ്വദിച്ച് കളിക്കുക. അടുത്ത ആള് സ്പെഷ്യലാണ്. സഞ്ജു സാംസന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആ വിക്കറ്റ് അയച്ചു കൊടുക്കും, എന്നിട്ട് പറയും ഹായ്. അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും ഇൻട്രൊഡക്ഷൻ ചെയ്തത്. അജയ് ഘോഷ് പറയട്ടെ, കഴിഞ്ഞ തവണത്തെ എക്സ്പീരിയൻസ് അജയ് ഘോഷ് പറയട്ടെ. കഴിഞ്ഞ വട്ടം ആദ്യത്തെ 2 മാച്ച് കളിച്ചില്ല, ബാക്കി 10 മാച്ച് കളിച്ച് ഫൈനൽ ഉൾപ്പെടെ സച്ചിനേട്ടൻ്റെ കീഴിൽ കളിക്കാൻ പറ്റി, KCL പെർഫോം ചെയ്യാൻ പറ്റി. ഈ വർഷവും അത് നല്ലവണ്ണം ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ മീഡിയ വണ് കഴിഞ്ഞ തവണ വീഡിയോ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ അജയ് ഘോഷിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു. കൊല്ലത്തിന്റെ ടീമിൽ ഒരു മിടുക്കൻ പയ്യനുണ്ട്, യോർക്കർ എറിയാൻ. അജയ് ഘോഷ് എന്നാണ് അവന്റെ പേരെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തു. കണ്ടിരുന്നല്ലോ, ആളുകളും കണ്ടല്ലോ. ഓക്കെ, ആ മിടുക്കനെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് ആലപ്പുഴ. ആകാശി പിള്ളൈ, ആലപ്പുഴയുടെ സ്വന്തം. ആലപ്പുഴക്കാരനാണ്. എവിടെയാണ് ആലപ്പുഴ? ചെങ്ങന്നൂർ. ഓക്കെ, എന്താണ് കപ്പ്? പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കപ്പടിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. നാടിന് വേണ്ടി തീർച്ചയായും. കഴിഞ്ഞ കൊല്ലം ഈ സെയിം ടീമിൽ തന്നെ ആയിരുന്നു, ബട്ട് റിസൾട്ട് കുറച്ച് ബാഡായി പോയി. പക്ഷേ ഈ തവണ തീർച്ചയായും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കപ്പടിച്ച് ചെയ്യും. ഇത് നമ്മുടെ ടീമിന്റെ പാലക്കാടിന്റെ അടുത്ത മുത്ത് അജിത്ത്. നമ്മുടെ ലെഫ്റ്റ് ആം സ്പിന്നറാണ്. കഴിഞ്ഞ കൊല്ലം കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സാണ് കളിച്ചത്, ഈ കൊല്ലം നമ്മൾ റാഞ്ചി. പാലക്കാടിൽ നിന്ന്. സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. കോച്ചസ് ആണെങ്കിലും ഓൾ മാനേജ്മെൻറ്റ് സ്റ്റാഫ് എല്ലാവരും ഭയങ്കര ഹാപ്പി എൻവിറോൺമെൻ്റ് ആണ് ടോട്ടൽ. അപ്പോൾ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദ ടൂർണമെൻറ്റ്. ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള താരങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊപ്പം നെറ്റ്സിലും ഗ്രൗണ്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോർമൽ തന്നെ ഫീൽ ചെയ്യണത്, അല്ലാതെ പ്രത്യേകിച്ച് ഇതില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാവരുടെയും നിന്നും. ഭയങ്കര അടിപൊളി പൊളിക്കണം ഇത്തവണ. സിബിൻ ഗിരീഷേ, കാശൊന്നും അധികം കളയരുത്. ഇത്തവണ ഏറ്റവും കൂടുതൽ 11,80,000 രൂപയ്ക്ക് ഈ ഓപ്ഷൻ സമയത്ത് നമ്മളിങ്ങനെ ഇത് എവിടം വരെ എത്തും എന്നുള്ളത് നോക്കി നിൽക്കാൻ. ഗ്രേറ്റ് സിബിൻ. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരു വട്ടം, എന്നാൽ പോലും എങ്ങനെ ടീമിനൊപ്പം വന്നിട്ട് എന്ത് തോന്നി? ടീം മൊത്തം എല്ലാവരും നല്ല എനർജി ഉണ്ട്.
നല്ല നല്ല മാനേജ്മെൻ്റ് ആണ്, മാനേജ്മെൻറ്റ് സൈഡൊക്കെ. പിന്നെ നമ്മളെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഉണ്ട്, സച്ചിൻ ചേട്ടനായാലും ജലജ് ഭായ് ആയാലും അസറക്കി ആയാലും. നല്ല അടിപൊളിയാണ്, നന്നായി പോകുന്നു. നല്ല പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു ഈ ദിവസങ്ങളൊക്കെ. കപ്പ് തന്നെയാണ് ലക്ഷ്യം. യെസ്. സച്ചിൻ, എന്താണ് സിബിനെ കുറിച്ച് പറയാനുള്ളത്? സിബിൻ നമ്മൾ കുറേ മാച്ച് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. നമ്മൾ എനിക്കൊന്ന് വൺ ഓഫ് ദ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കാണേണ്ട ഒരു പ്ലെയറാണ് സിബിൻ. അപ്പം സിബിൻ്റെ ഈ പെർഫോമൻസ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമെങ്കിൽ ഹി വിൽ റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ്. നാക്ക് പൊന്നാവട്ടെ. ഇത് നമ്മുടെ സ്വന്തം അമൽ, ആലപ്പി തന്നെയാണ് സ്വദേശം. അമലിൻ്റെ ഡെബ്യൂ വർഷം അല്ലേ? ഡെബ്യൂ വർഷമാണ്. സോ എങ്ങനെയുണ്ട് ഒരു കഴിഞ്ഞ കൊല്ലം കളിച്ചില്ല, ഈ ഒരു കൊല്ലം വരുമ്പം ഹൗ ഡു യു ഫീൽ? എക്സൈറ്റഡ് ആണോ? ഗ്രേറ്റ്ഫുൾ ചേട്ടാ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഈ വർഷം വളരെ എക്സൈറ്റഡ് ആണ്. ടീമിന് വേണ്ടി നല്ല ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടീമിൻ്റെ ഓൾമോസ്റ്റ് നല്ല വൈബുമാണ്, നല്ല സപ്പോർട്ടും ഉണ്ട് എല്ലാവരും ഉഷാറാണ്. അതെ. എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയർ? കുറച്ച് വൈകി പോയി, കുറച്ചുകൂടെ നേരത്തെ അങ്ങ് വരായിരുന്നു തോന്നിയോ? എല്ലാത്തിനും ടൈമില്ലേട്ടെ. അതാണ് കൗണ്ടർ. പറഞ്ഞോളൂ. പ്രത്യേകിച്ച് പറയാൻ കഴിഞ്ഞ തവണത്തെ ഹാട്രിക്കിന്റെ ഒരു ഹരം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും സൂപ്പർ എക്സൈറ്റഡ് ആണ്. ആലപ്പി റിപ്പിൾസിൽ എത്തി ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈഡിൽ ഇത്രയും നല്ല പ്ലേയേഴ്സിലൂടെ ടീമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരുപാട് സന്തോഷം. വയനാടും ആലപ്പുഴയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ സാമ്യം തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് സാമ്യം തോന്നില്ല കേട്ടോ. മഴ വയനാട്ടിൽ നിന്ന് ചുരമൊക്കെ ഇറങ്ങി വന്ന ആലപ്പുഴയിൽ എത്തി ഭയങ്കര സന്തോഷമല്ലേ നിങ്ങളെ ടീമിന്റെ? ഷുവർ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ ലുക്കിംഗ് ഫോർവേഡ് മാച്ചസിലോട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടീമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ബാക്കി ഗ്രൗണ്ടിൽ ഓക്കെ ക്യാപ്റ്റൻ, അടുത്ത ആളെ കുറച്ച് സ്പെഷ്യലാണ്, കുറച്ചധികം സ്പെഷ്യലാണ്. അതെ, ആഷിഖ് അലിയെ നമ്മള് എന്താ പറയാ, ആഷിഖ് അലിയെ പേര് കേട്ടപ്പം ആഷിഖ് അലി പുതുമയുള്ള ഒരു പേര് കാസർഗോഡ് നിന്ന് അസറുദ്ദീന്റെ ടീമിലേക്ക്. അപ്പൊ ആഷിഖ് അലിയെ കുറിച്ച് പഠിച്ചപ്പം ടെന്നീസ് ബോളിലെ രാജാവായിരുന്നു ആഷിഖ്. ആയിരുന്നു പക്ഷെ ഇപ്പം ഈ ഒരു ഗ്യാങ്ങിനൊപ്പം എത്തിയപ്പം ആലപ്പി ഗ്യാങ്ങിനൊക്കെ ഞാൻ ഈ കേസിൽ ഓപ്ഷന് ഒരു 1.5 മാസം മുൻപ് വരെ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ്, സച്ചിൻ ചേട്ടൻ എങ്ങനെയെങ്കിലും നെറ്റ്സിലൊന്ന് ബോൾ ചെയ്യാനുള്ള ഒരു സൗകര്യം ആക്കി തരുമോ എന്നുള്ള ഒരു കുറെ റിക്വസ്റ്റ് ചെയ്ത് എറണാകുളത്ത് ഞാൻ 4-5 ദിവസം വെയിറ്റ് ചെയ്ത് ഒരു കോറമണ്ടൽ കപ്പ് അങ്ങനെ ഒരു ടൂർണമെന്റ് ഉണ്ടായി. മഴ ആയതുകൊണ്ട് ആ ടൂർണമെന്റ് നടന്നില്ല. അപ്പൊ ആ ടൂർണമെന്റ് ചിലപ്പോൾ സച്ചിൻ ചേട്ടൻ കളിക്കാൻ വരും. ഒരു ഡൽഹി മുമ്പ് എവിടെ ഉണ്ടായത് സച്ചിൻ ചേട്ടൻ വന്ന് പറയാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ അപ്പൊ കേസിൽ എന്ന് പറഞ്ഞാൽ ആ ടൂർണമെന്റ് കളിക്കുന്നത് പോട്ടെ, അതിൽ കളിക്കുന്ന ഏതെങ്കിലും പ്ലെയർ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ അസറുദ്ദീന്റെ നാട്ടിൽ തന്നെ ഞാൻ അസറുദ്ദീൻ നാട്ടിലുണ്ടെങ്കിൽ ബോൾ ചെയ്ത് കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു ടൂർണമെന്റ് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുള്ളത് ഇല്ല, പറ്റിയിട്ടില്ല. പിന്നെ ആ ടൂർണമെന്റ് മഴ ആയതുകൊണ്ട് സന്തോഷമായി. എന്താണ് സച്ചിൻ ആഷിഖ് അലി? ആഷിഖ് അലി എനിക്ക് ഈ ഒരു സീസണിൽ നമ്മളെല്ലാവരും നമുക്കൊരു വലിയൊരു ഹാപ്പിനെസ് തരുന്ന ഒരു പ്ലെയർ ആയിരിക്കും ആഷിഖ് അലി. കാരണം നമുക്ക് ഒരു ടെന്നീസ് ബോളിൽ നമുക്ക് അതിൻ്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു. അപ്പം ഇനി ഈ ഒരു KCL കാരണം എനിക്കറിയാം ആഷിഖ് അലിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത്രയും പോലൊരു ടാലൻറ്റ് നമുക്ക് കേരളത്തിലുണ്ട്. അത് നമുക്ക് ക്രിക്കറ്റിലോട്ട് നമ്മുടെ വൈറ്റ് ബോളോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആഷിഖ് അലിയും ആഷിഖ് അലിക്കും അതിന്റെ ഫാമിലിക്കും ഭയങ്കര പ്രൗഡ് തന്നെയാണ്. അതാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ആഷിഖ് അലിയുടെ മികച്ച പ്രകടനം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. 3 പേരുടെ ശ്രീരൂപ് എങ്ങനെയുണ്ട്? ശ്രീരൂപിന്റെ മൂന്നാമത്തെ വർഷമാണ് ആലപ്പിയുടെ കൂടെ. ആലപ്പി അല്ല, നല്ലൊരു ടീമെല്ലാം വെൽ പ്രിപ്പയർഡാണ്. പക്ഷെ അതിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ത്രൂ ഔട്ട് ഉണ്ട് എല്ലാവരിലും. ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ്, ഫുൾ പോസിറ്റീവ് തോട്ട്സ് ത്രൂ ഔട്ട് ടീമിൽ. അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ഈ ഇയർ. ഞങ്ങളുടെ കോഴിക്കോട്ടുകാരൻ ഒരാളെ പറയൂ, എന്താണ് ഇത്തവണ? നന്നായി പ്രിപ്പയർ ആയിട്ടുണ്ട്. പിന്നെ സച്ചിൻ ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. സച്ചിൻ്റെ അണ്ടറിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മൾ കോച്ചസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ത്രൂ ഔട്ട് ഈ സെഷനിൽ മൊത്തം. അപ്പോൾ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. പുറക്കാട്ടിൽ നിന്ന് നേരെ പുറക്കാടിലേക്ക് വരുന്ന സമയത്ത് ആലപ്പുഴ പുറക്കാടിലേക്ക് വരുമ്പോൾ എന്താണ്, നമ്മളെ കോഴിക്കോട്ടാണെങ്കിൽ വലിയ ഫുട്ബോളിന് വലിയ പേര് കേട്ട സ്ഥലമാണ്. പക്ഷെ ആലപ്പുഴയിൽ എത്തുമ്പോൾ ക്രിക്കറ്റിൽ എങ്ങനെയുണ്ട്? ആളുകളുടെ ഒരു സ്നേഹമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കപ്പടിച്ചിട്ട് കൊടുക്കണം. നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പറയൂ സാർ, എന്താണ് ഇത്തവണത്തെ ഒരു? എന്ത് പറയാ, എല്ലാവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി 21-ാം തീയതി ഗ്രൗണ്ടിൽ കാണാം. 21-ാം തീയതി ഗ്രൗണ്ടിൽ കാണാം. സെറ്റാണ് ടീം, സെറ്റാണ്.
കപ്പ് ഇത്തവണ കപ്പടിച്ചിരിക്കും. ഈ സാല കപ്പ് നമ്മുടെ ഓക്കെ ക്യാപ്റ്റൻ. അപ്പം എല്ലാവരും ഫുൾ കോൺഫിഡൻസിലാണ്. നിങ്ങൾ ടീമിനെ പറ്റി പറഞ്ഞു പോകുമ്പോൾ രണ്ടുപേരെ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. നിങ്ങളുടെ മല്ലു ക്രിക്കറ്റേഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ കണ്ടന്റ് ചെയ്യുന്ന രണ്ടാളുകൾ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾ പരിചയപ്പെടുന്നത് അവരുടെ കണ്ടന്റുകളിലൂടെയാണ്. ഈ അടുത്ത് പോലും അവരെടുത്ത കണ്ടന്റുകൾ വലിയ തോതിൽ ചർച്ചയാണ്. അപ്പോൾ അവരെ കൂടി ചാർലിയും ജോമോനും അല്ലേ, രണ്ടുപേരെ കൂടെ നമ്മൾ പറഞ്ഞിട്ട് പോകണം. മുഹമ്മദ് അസറുദ്ദീനും ജലസ് സക്സേനയും കൂടി ആകുമ്പോൾ ഈ ടീം സെറ്റാണ്. ആലപ്പുഴ വൈബ് ടീമാണ്. ഇത്തവണ എതിരാളികൾ ഭയക്കേണ്ട ടീമാണ്. ക്യാപ്റ്റൻ എന്താണ് അവസാനം പറയാനുള്ളത് ആലപ്പുഴയിലെ ആളുകളോട്? ആലപ്പുഴയുടെ ആ സപ്പോർട്ട് നമ്മൾ കണ്ടു. നമ്മൾ ആലപ്പുഴയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നപ്പോഴത്തേക്കും എല്ലാവരും നല്ല സപ്പോർട്ടും നല്ല സ്നേഹവും പിന്നെ അവർ നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഓൾ ദി ബെസ്റ്റ് എല്ലാം അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് നമ്മുടെ പെർഫോമൻസ് വഴിയാണ്. ഇവൻ ടീം മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഓണർ ആയിക്കോട്ടെ, എല്ലാവരും നമുക്ക് അത്ര പ്രതീക്ഷ തരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 21-ാം തീയതി പോലും നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മളത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ആസ് എ ടീം നമ്മൾ ചെയ്യും ഗ്രൗണ്ടിൽ. അതാണ്. അപ്പോൾ ആലപ്പുഴ നിറഞ്ഞ കയ്യടി ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. കൊടുക്കണം, ഗ്രൗണ്ടിൽ നമ്മളത് കാണും, അവരുടെ വീറും വാശിയും. സൈൻ ഓഫ് പറയണം. ബിബിൻ ജെയിംസ് ക്യാമറാമാൻ ബിബിൻ ജെയിംസിനൊപ്പം സച്ചിൻ ബേബി, മീഡിയ 1.